തുടരുന്നു. പ്രണയദിനത്തിൽ കവിതാക്കളുടെ മൃതദേഹം കാറിനകത്ത് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. നോയിഡയിൽ കാറിനകത്ത് ജീവനൊടുക്കിയ സുമിത് എന്ന യുവാവ് ജാതി അധിക്ഷേപത്തിന് ഇരയായിരുന്നുവെന്ന് കുടുംബം. സുമിത്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നാണ് നിരന്തരം അധിക്ഷേപം നേരിട്ടതെന്ന് സഹോദരൻ പറഞ്ഞു. സുമിത്തും രേഖയും 15 വർഷമായി പ്രണയത്തിലായിരുന്നുവെന്നും ഇന്നലെ കണ്ടെത്തിയിരുന്നു. നോയിഡയിലെ സെക്ടർ 39-ൽ പൂട്ടിയിട്ട കാറിനകത്താണ് ഇന്നലെ സുമിത്തിന്റെയും രേഖയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പ്രഥമദൃഷ്ട്യാ ആത്മഹത്യ എന്ന് കരുതിയിരുന്നെങ്കിലും സുമിത് രേഖയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ജീവൻ ഒടുക്കിയതായിരുന്നു. താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും രേഖയും കുടുംബവുമാണ് ഉത്തരവാദികളെന്ന മെസ്സേജ് സുമിത് വാട്സാപ്പിൽ സേവ് ചെയ്ത് വെച്ചിരുന്നു. 15 വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു. രേഖ സുമിത്തിനെ വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനവും ചെയ്തിരുന്നു. വിവാഹത്തിന് ശേഷം ഒരുമിച്ച് താമസിക്കാൻ സുമിത്ത് ഒരു ഫ്ലാറ്റും കാറും വാങ്ങിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു വിവാഹത്തിന് അവൾ സമ്മതിച്ചതോടെയാണ് സുമിത്ത് രേഖയെ കൊല്ലാനും സ്വയം ജീവൻ ഒടുക്കാനും തീരുമാനിച്ചത്. രേഖ വെള്ളിയാഴ്ച വീട്ടിൽ എത്തിയിരുന്നില്ല. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. രേഖയുടെ കുടുംബത്തിന് പ്രണയകാര്യം അറിയാമായിരുന്നെങ്കിലും താഴ്ന്ന ജാതിയായിരുന്ന സുമിത്തിനെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. സുമിത്ത് നിരന്തരമായി ജാതി അധിക്ഷേപത്തിന് ഇരയായിരുന്നുവെന്നും സഹോദരൻ പോലീസിനോട് പറഞ്ഞു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസിന്റെ പ്രതികരണം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.